നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കടലാമയാണ് ഇപ്പോഴത്തെ താരം. കേന്ദ്ര ബജറ്റിൽ കടലോളം പ്രതീക്ഷിച്ച കേരളത്തിന് കടലാമ പരിചരണ കേന്ദ്രം ലഭിച്ചതാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. കടലാമ കത്തിക്കയറിയതോടെ ട്രോളന്മാരും വെറുതെ വിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ അങ്ങ് നിർത്തിപ്പൊരിച്ചു. നീതു എസ് രമേശൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗോപി അണ്ണ, உங்களுக்கு எய்ம்ஸ் வேணுமா? ஆமா, எனக்கு ரொம்ப பிடிக்கும். ഓക്കേ, ആമ സംരക്ഷണ പദ്ധതി അനുവദിച്ചിരിക്കുന്നു. ഭാഗ്യം, കേരളത്തിലെ ആമകളെയെങ്കിലും പരിഗണിച്ചല്ലോ. ഹസ്കിയും പൂച്ചസാറുമൊക്കെ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഇപ്പൊ ദേ ഇവരാണ് ട്രെൻഡ്. കേരളത്തിന്റെ സ്വന്തം കടലാമ, ഒപ്പം സുരേഷ് ഗോപിജിയും. അതിവേഗ റെയിൽ, എയിംസ് തുടങ്ങി കേരളം കൊതിച്ച പലതും ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, കിട്ടിയത് കടലാമ പരിപാലന പദ്ധതിയും. കേരളം നേരിട്ട ഈ അവഗണനയുടെ ഇച്ഛാഭംഗം ട്രോളുകളായപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല മുഴുവൻ കിട്ടുന്നത് കടലാമകൾക്കാണ്. കേരളത്തിലെ മനുഷ്യരെ പരിഗണിക്കാതെ ആമകളെ മാത്രം പരിഗണിച്ചിട്ട് എന്തു കാര്യമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഓരോ കടലാമയെ വീതം പരിപാലിക്കാൻ നൽകുന്ന മികച്ച പദ്ധതിയാണ് ഇതെന്നാണ് ചില ട്രോളന്മാർ കണ്ടെത്തുന്നത്. നമ്മൾ മലയാളികൾ ട്രെയിനിൽ എന്ന് പറഞ്ഞ് എന്തിനു വേദനിക്കണം, നമുക്ക് നമ്മുടെ കടലാമകളില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്നു വേറെ ചിലർ. മനുഷ്യരെ പരിഗണിച്ചില്ലെങ്കിലും കേന്ദ്രം കേരളത്തിലെ കടലാമകളെയെങ്കിലും പരിഗണിച്ചതിന് മറ്റു ചിലർ നന്ദി പറയുന്നു. മറ്റുള്ളവർക്ക് നല്ലതൊക്കെ കൊടുത്ത് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കടലാമകളെ കേരളത്തെ ഏൽപ്പിച്ചെന്ന് ചിലർ പറയുന്നു. ആമകളെ പോലെ പതുക്കെ വായെന്ന് കേന്ദ്രം കേരളത്തോട് പറയാതെ പറയുന്നു എന്ന് കണ്ടെത്തുകയാണ് ചില വിരുദ്ധന്മാർ. കടലാമയ്ക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ മറ്റൊരാൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. മോദിജിയെയും നിർമ്മലാജിയെയും ഒന്നും വെറുതെ വിടുന്നില്ല മലയാളികൾ. കടലാമയ്ക്കൊപ്പം ഇവരെയും കണക്കിന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് കടലാമയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായി പ്രഖ്യാപിച്ച പദ്ധതി എന്നുകൂടി നോക്കാം. കേരളം, കർണാടക, ഒഡീഷ എന്നീ 3 സംസ്ഥാനങ്ങളിലെ തീരദേശ മേഖലകളിൽ കടലാമകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനായി പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ കടലാമ പാതകൾ വികസിപ്പിക്കുമെന്നതാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം. കടലാമകളെ കാണാനും നിരീക്ഷിക്കാനുമുള്ള സ്പോട്ടുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഇൻഫർമേഷൻ സെന്ററുകൾ മുതലായവയാണ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുക. കടലാമകളെ ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ അവയെ ടൂറിസ്റ്റുകൾക്ക് കാണാനും നിരീക്ഷിക്കാനും ഒക്കെ പദ്ധതിയിലൂടെ സൗകര്യമൊരുങ്ങും. കടലാമ പരിപാലന പദ്ധതി കൊണ്ട് കേരളത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം. 2019 മുതൽ കടലാമകളെ സംരക്ഷിക്കുന്നില്ല എന്നതിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീനിന് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി വരുന്നതോടെ ചെമ്മീൻ കയറ്റുമതിയിൽ അമേരിക്ക ഉൾപ്പെടെ വികസിത രാജ്യങ്ങൾ കാണിക്കുന്ന വിമുഖത മാറും. ഇത് കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നാണ്യം എത്തിക്കുമെന്നതാണ് പ്രധാന നേട്ടം. അതുകൊണ്ട് തന്നെ പദ്ധതിയെ അത്ര ചെറുതായി കാണേണ്ടതില്ലെന്നും നിരീക്ഷണമുണ്ട്. മുഹമ്മദ് ദീപക്, ഈ പേരാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത്. ഉത്തരാഖണ്ഡിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടെത്തിയ ബജ്രംഗദൾ പ്രവർത്തകരെ പ്രതിരോധിച്ച യുവാവിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. പൂജ രമേശിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത പേരാണിത്. ഉത്തരാഖണ്ഡിൽ മുസ്ലിം കടയുടമയെ ഭീഷണിപ്പെടുത്താനെത്തിയ ബജ്രംഗദൾ പ്രവർത്തകരെ സധൈര്യം നേരിട്ട യുവാവിന്റെ പേരാണ് ദീപക് മുഹമ്മദ്. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച ദിവസം തന്നെയാണ് രാജ്യത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവം നടക്കുന്നത്. പൗരി ഗർവാളിൽ ബാബ ഡ്രസ് എന്ന തുണിക്കടയ്ക്ക് മുൻപിലേക്കാണ് ഒരു സംഘം ബജ്രംഗദൾ പ്രവർത്തകർ ഭീഷണിയുമായി എത്തിയത്. ബാബ സ്കൂൾ ഡ്രസ് എന്ന അഹമ്മദിന്റെ കടയുടെ പേരിലെ ബാബ എന്നത് മാറ്റണമെന്നും ഇത് ഹിന്ദു നാമമാണെന്നും മുസ്ലിം സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുമായിരുന്നു പ്രവർത്തകരുടെ വാദം. 40ഓളം പേരെത്തിയാണ് അഹമ്മദിന്റെ കടയ്ക്ക് മുന്നിൽ സംഘർഷം സൃഷ്ടിച്ചത്. സംഭവം ജിം ട്രെയിനറായ ദീപകിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്ന് അന്വേഷിക്കാൻ എത്തിയപ്പോൾ താൻ ഇതിൽ ഇടപെടേണ്ടെന്ന് പ്രവർത്തകർ താക്കീത് നൽകി. എന്നാൽ പിൻവാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. 30 വർഷമായി പ്രവർത്തിക്കുന്ന കടയുടെ പേര് എന്തിനു മാറ്റണമെന്നും മറ്റുള്ളവരുടെ കടയുടെ പേര് ബാബ എന്നാക്കാമെങ്കിൽ അഹമ്മദിന്റേതിന് എന്തുകൊണ്ടായിക്കൂടാ എന്നുമായിരുന്നു ദീപകിന്റെ മറുചോദ്യം. തന്റെ പേരെന്താണെന്നായി പ്രവർത്തകരുടെ അടുത്ത ചോദ്യം. പിന്നീട് പ്രവർത്തകർക്ക് മുന്നിൽ ദീപകിന്റെ ചെറുത്തുനിൽപ്പായിരുന്നു. സംഘർഷം രൂക്ഷമാവുകയും കയ്യേറ്റത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെ കുറച്ചു പേർ ദീപകിനൊപ്പം ചേർന്നു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ മേരാന മുഹമ്മദ് ദീപക് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പിന്തുണ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു.
ദീപക് ഇന്ത്യയുടെ ഹീറോ ആണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഭരണഘടനയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടിയാണ് ദീപക് പോരാടിയത്. വെറുപ്പിന്റെ വിപണിയിലെ സ്നേഹത്തിന്റെ കടയുടെ പ്രതീകമാണ് അദ്ദേഹമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സംഭവം വലിയ ചർച്ചയായതോടെ നിരവധി ബോഡി ബിൽഡർമാരും ജിം ട്രെയിനേഴ്സും പിന്തുണയുമായി എത്തി. സമൂഹ മാധ്യമങ്ങളിലെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾക്കിടയിൽ ഹിന്ദുത്വ പേജുകളിൽ കൊലവിളി ഉയരുക പോലും ചെയ്തു. എന്നാൽ ദീപക്കിന് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ: ഞാനൊരു ഇന്ത്യക്കാരനാണ്, എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാർ. അടുത്തിടെ ഹോളിവുഡ് താരം മാർഗോട്ട് റോബി ഒരു പ്രസ് ടൂറിന് ധരിച്ച നെക്ലേസിന്റെ ഇന്ത്യൻ ബന്ധമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. താജ്മഹലിന് നല്ല വലിപ്പവും ഭാരവും ഉള്ളത് നന്നായി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അതും പൊക്കിക്കൊണ്ട് പോയേനെ. എന്നിട്ട് അത് അവരുടെ സ്വന്തം നിർമ്മിതിയായി സൂക്ഷിച്ചേനെ. കഴിഞ്ഞ ദിവസം വദറിംഗ് ഹൈറ്റ്സ് എന്ന ചിത്രത്തിനായി നടത്തിയ ഒരു പ്രസ് ടൂറിൽ ഹോളിവുഡ് താരം മാർഗട്ട് റോബി വളരെ അണിഞ്ഞൊരുങ്ങിയായിരുന്നു വന്നത്. അവരപ്പോൾ കഴുത്തിൽ ധരിച്ചിരുന്ന വളരെ മനോഹരമായ താജ്മഹൽ എന്ന നെക്ലേസ് ആ പ്രസ് ടൂറിലും പിന്നീട് സോഷ്യൽ മീഡിയയിലും തരംഗമായി. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ നെക്ലേസ് എന്താണ്, എങ്ങനെയാണ് എന്ന് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇത് എലിസബത്ത് ടൈലർ നെക്ലേസ് ആണ് എന്നാണ്. ശരിയാണ്, എലിസബത്ത് ടൈലർ എന്ന ഹോളിവുഡ് നടിക്ക് 50 വർഷം മുൻപ് തന്റെ 40ാം ജന്മദിനത്തിന് ഭർത്താവ് റിച്ചാർഡ് ബർട്ടൺ സമ്മാനിച്ച ഡയമണ്ടിനെ കാർട്ടിയർ എന്ന ലോക പ്രശസ്ത ജുവലേഴ്സ് ഗോൾഡ് ചെയിനോട് കൂടി ചേർത്ത് ഒരു നെക്ലേസ് ആക്കി. വളരെ അപൂർവമായി മാത്രം അത് അവർ കഴുത്തിൽ ധരിക്കുകയും വർഷങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്തു. അവരുടെ മരണശേഷം ആ ശേഖരത്തിലുണ്ടായിരുന്ന നെക്ലേസ് ആണ് മാർഗട്ട് റോബി വാങ്ങി ധരിച്ചത്. ഇടയിൽ എപ്പോഴോ മാർഗട്ട് റോബി പറയുന്നുണ്ട്, ഈ പരിപാടിക്ക് ടൈറ്റാനിക്കിലെ ഹാർട്ട് ഓഫ് ദ ഓഷ്യൻ എന്ന നെക്ലേസ് പോലെ പവിത്രമായൊന്ന് ധരിക്കണമെന്നുണ്ടായിരുന്നുവെന്ന്. താജ്മഹലിൽ അടക്കം ചെയ്ത ഒരു സ്ത്രീയുടെ സ്വന്തമായിരുന്നു ഈ നെക്ലേസ്. അതിനാൽ ഇത് ഹാർട്ട് ഓഫ് ദ ഓഷ്യന് തുല്യമാണ്. മാർഗട്ട് റോബി പറഞ്ഞ ആ സ്ത്രീയാണ് മുഗൾ റാണിയായ സാക്ഷാൽ മുംതാസ് മഹൽ. അക്ബർ ചക്രവർത്തിയുടെ മകൻ ജഹാംഗീർ ഭാര്യയായ നൂർജഹാന് സമ്മാനിച്ച ആ ഡയമണ്ടിൽ നൂർജഹാന്റെ പേരിനൊപ്പം ഇങ്ങനെ എഴുതിയിരുന്നു: പ്രണയം എന്നും നിലനിൽക്കും. ആ ഡയമണ്ട് പിന്നീട് ജഹാംഗീറിന്റെ മകനായ ഷാജഹാനിലേക്ക് വന്നു ചേരുകയും അത് അയാൾ സ്വന്തം ഭാര്യയും പ്രേമഭാജനവുമായ മുംതാസ് മഹലിന് സമ്മാനിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ എല്ലാം മരണത്തിന് ശേഷം ബ്രിട്ടൻ ഇന്ത്യ മുഴുവൻ കീഴടക്കി 2 നൂറ്റാണ്ടോളം അധീനതയിൽ വെച്ച് അവരെ കൊണ്ടാവാവുന്ന അത്രയധികം സമ്പത്തും ചരിത്ര സൂക്ഷിപ്പുകളും കൊള്ളയടിച്ചു കൊണ്ടുപോയി. 1765നും 1938നും ഇടയിൽ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സമ്പത്തിന്റെ ഇന്നത്തെ മൂല്യം ഏകദേശം $45 ട്രില്യൺ ആണെന്നാണ് ഇക്കണോമിസ്റ്റ് ഉട്ന പട്നായിക് രേഖപ്പെടുത്തുന്നത്. അതായത് ഇന്ന് ഒരു വർഷത്തെ ആഗോള GDP-യുടെ പകുതിയോളം. മാർഗട്ട് റോബിയുടെ കഴുത്തിൽ കിടന്നത് അങ്ങനെ ഒരിക്കൽ ഇന്ത്യയുടെ പക്കൽ നിന്നും അപഹരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ അവർ ആ മാല ഉപയോഗിച്ചതല്ല പ്രശ്നം, അതിന്റെ പ്രോപ്പർ ക്രെഡിറ്റ് ഇന്ത്യക്ക് കിട്ടാത്തതാണ്. ഒരു മാലയുടെ വസ്ത്രത്തിന്റെ പേരിലുള്ള ക്രെഡിറ്റ് അത്ര പ്രശ്നമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കാം. ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായി ബാക്കിയുള്ള ചില കാര്യങ്ങൾ വീണ്ടും ട്രെൻഡ് ആകുമ്പോൾ അതിനൊപ്പം അതിന്റെ ഒറിജിനും ചരിത്ര പശ്ചാത്തലവും പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ചെക്ക് വസ്ത്രങ്ങളില്ലേ, ഷർട്ടായും ടോപ്പായും ഒക്കെ ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഹോളിവുഡ് സിനിമകളിലൊക്കെ താരങ്ങൾ ധരിക്കുന്ന ആ ചെക്ക് ഡിസൈൻ ഇന്ത്യയിൽ നിന്നും അതും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കയറ്റി അയക്കപ്പെട്ടതാണെന്ന് എത്ര പേർക്കറിയാം. മദ്രാസ് ചെക്കിന്റെ ഗുണമേന്മ കാരണം അത് വളരെ പെട്ടെന്നാണ് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും പിന്നീട് വെസ്റ്റേൺ കൺട്രീസിലേക്കും എത്തിയത്. എന്നാൽ ഈ ചരിത്രം നമ്മൾ ഇന്ത്യൻസിന് പോലും അത്ര പിടിയില്ല. കേരിബുത്ത പേഴ്സി പാറ്റേൺ ആക്കിയതും ബന്ദാനെ ബാൻഡാനെ ആക്കിയതും ധോത്തി ഹരേം പാൻസ് ആക്കിയതും നമ്മുടെ ദുപ്പട്ട അവർ സ്കാൻഡിനേവിയൻ സ്കാർഫ് ആക്കിയതും ഒക്കെ ഇന്ത്യയെ എന്നും മോശം സൈഡുകളിൽ മാത്രം അഡ്രസ് ചെയ്ത് ശീലമുള്ള ചിലരുടെ കുസൃതി മാത്രം. കോഹിനൂറും ടിപ്പുവിന്റെ വാളും ആഭരണങ്ങളും അമരാവതി മാർബിൾസും സ്വർണ്ണ സിംഹാസനവും ഒക്കെ അപഹരിച്ചത് പോട്ടെ, ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ടല്ലോ. എന്നാൽ മൂവി പ്രീമിയറിനും മറ്റുമൊക്കെ ഇന്ത്യൻ കലാകാരന്മാർ അവരുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കാനായി അവ ചോദിച്ചാൽ നൽകില്ല. എന്നാൽ പോപ്പ് സ്റ്റാർസിനൊക്കെ കാർട്ടിയർ പോലുള്ള കോർപ്പറേറ്റുകൾ സന്തോഷപൂർവ്വം നൽകും. ഫാഷനും കലയും ഒക്കെ അടിച്ചു മാറ്റിക്കോട്ടെ, എന്നാൽ സൂക്ഷ്മമായ മാറ്റം വരുത്തി അത് അവരുടെ കണ്ടുപിടുത്തം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു സംസ്കാരത്തെയാണ് ഇക്കൂട്ടർ തള്ളിക്കളയുന്നത്. ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഞ്ജു സാംസണിന്റെ ഫോം ഔട്ട് ആരാധകർക്കിടയിൽ വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. 2020 ലോകകപ്പ് അടുത്തിരിക്കെയുള്ള താരത്തിന്റെ മോശം പ്രകടനം ടീമിലേക്കുള്ള എൻട്രിയെ ബാധിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ്. ജയേഷ് കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടും കാണാം.
ഇന്ത്യൻ കുപ്പായത്തിൽ സ്വന്തം നാട്ടിലെ മത്സരം ഇത്രമാത്രം നിരാശാജനകമായിരിക്കുമെന്ന് സഞ്ജു സാംസൺ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. T20 ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ സഞ്ജു സാംസണിന്റെ മോശം ഫോം ഇന്ത്യയുടെ പ്രധാന തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പര T20 ലോകകപ്പിന് മുന്നോടിയായുള്ള വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളായിരുന്നു. ഇന്ത്യ 4-1 എന്ന നിലയ്ക്ക് പരമ്പര വിജയിച്ചെങ്കിലും സഞ്ജു സാംസണിന്റെ പ്രകടനം ആരാധകർക്ക് നിരാശപ്പെടുത്തുന്നതായിരുന്നു. 5 മത്സരങ്ങളിലും ഓപ്പണറായി ഇറങ്ങിയെങ്കിലും സഞ്ജുവിന് ആകെ 46 റൺസ് മാത്രമാണ് നേടാനായത്. 4ാം മത്സരത്തിലെ 15 പന്തുകളിൽ നിന്നെടുത്ത 24 റൺസായിരുന്നു ഏറ്റവും ഉയർന്ന സ്കോർ. ആദ്യ മത്സരത്തിൽ 10 റൺസ്, രണ്ടാമത്തേതിൽ 6, മൂന്നാമത്തേതിൽ ഗോൾഡൻ ഡക്ക്, 4ാമത്തേതിൽ 24, 5ാമത്തേതിൽ 6 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ പ്രകടനം. തീർത്തും നിരാശാജനകം. ബാറ്റിംഗിൽ ഫ്ലോപ്പാവുക മാത്രമല്ല, ന്യൂസിലൻഡിനെതിരായ അവസാന മത്സരത്തിൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ നിന്ന് സഞ്ജു മാറ്റപ്പെടുകയും ചെയ്തു. 4 T20കളിലും ടീമിനായി വിക്കറ്റ് കാത്തത് സഞ്ജു ആയിരുന്നു. എന്നാൽ നാട്ടിൽ കളിക്കാനെത്തിയപ്പോൾ സഞ്ജുവിനെ മാറ്റി ഇഷാൻ കിഷനെ ദൗത്യമേൽപ്പിക്കുകയും ചെയ്തു. ഷോർട്ട് ബോളുകൾക്കെതിരെ ബുദ്ധിമുട്ട്, ഫുട് വർക്കിലെ പിഴവുകൾ, ഡിസ്മിസലുകളുടെ ആവർത്തന പാറ്റേണുകൾ എന്നിവയാണ് സഞ്ജുവിന്റെ പ്രശ്നമായി വിദഗ്ധർ വിലയിരുത്തുന്നത്. പരമ്പരയിലുടനീളം ഇന്ത്യൻ ടീം മൊത്തത്തിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ സഞ്ജു സാംസണിന് ഫോം തിരിച്ചുപിടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ലോകകപ്പിനുള്ള ടീം പ്രഖ്യാപിക്കുമ്പോൾ വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിരുന്നു സഞ്ജു. ഇഷാൻ കിഷൻ സഞ്ജുവിൻ്റെ ബാക്കപ്പും. എന്നാൽ തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റതോടെ ഇഷാൻ കിഷന് പ്ലേയിങ് 11-ൽ ഇടം പിടിക്കുകയും ചെയ്തു. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ ഇഷാൻ കിഷൻ കിട്ടിയ അവസരം മുതലാക്കുകയും ചെയ്തു. സഞ്ജു സാംസൺ ആകട്ടെ പരമ്പരയിൽ ഉടനീളം പതറുകയും ചെയ്തു. T20 ലോകകപ്പ് അടുത്തിരിക്കെ ഈ ഫോം ഔട്ട് സഞ്ജുവിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. സഞ്ജുവിന് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുമോ എന്നതിലുപരി ബെഞ്ചിലിരിക്കാൻ കഴിയേണ്ടി വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പ്രജിത ബാലചന്ദ്രൻ ആൻഡ് കീപ് വാച്ചിങ് 24.